വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സിസ്റ്റർ ജോയ്സി. ദൈവാന്വേഷിയായ മനുഷ്യനോട് കവി കബീർ പറയുന്നു: ആകാശങ്ങളിൽ തേടേണ്ട, ഭൂമിയിൽ പരതേണ്ട, പാതാളത്തിലേക്ക് ഊളിയിടേണ്ട, ദാ ഇവിടെ ഹൃദയത്തിലേക്കൊന്നുണർന്നാൽ മതി എന്ന്. ആ വഴിക്കോ ഈ വഴിക്കോ അലയേണ്ട, അറിവിൻ്റെ ഭാരത്തിൽ വലയേണ്ട, ഉച്ചത്തിൽ അലറേണ്ട, വിനയപൂർവം നെഞ്ചിൽ കൈവച്ച് മൗനമായി ദൈവമേ എന്നൊന്ന് വിളിച്ചാൽ മതി. അപ്പോൾ കാണുന്നതെല്ലാം ദർശനം, കേൾക്കുന്നതെല്ലാം സ്തുതി, പറയുന്നതെല്ലാം പ്രവചനം. അതാണ് യഥാർത്ഥത്തിലുള്ള ദൈവസാന്നിധ്യ അനുഭവം. ആ ഭക്തിയിൽ മാത്രമേ മതപ്പാടില്ലാതിരിക്കൂ. അതെല്ലാറ്റിനെയും ഏകതയിലേക്ക് കോർത്തിടുമ്പോൾ നാം കൊണ്ടാടുന്ന ഭക്തി ഏകതയെ പലതാക്കി കീറിമുറിക്കുകയാണ്. വൈരവും വൈരിയുമാണ് അവിടെ ഉണരുന്നത്. ചേർത്ത് പിടിക്കേണ്ടതിനു പകരം തള്ളി മാറ്റുകയാണ് സംഭവിക്കുന്നത്. നദികളായ നദികളെല്ലാം പുണ്യതീർത്ഥങ്ങൾ, മലകളായ മലകളെല്ലാം പുണ്യമലകൾ, കല്ലുകളായ കല്ലുകളെല്ലാം ദൈവരൂപങ്ങൾ, വാക്കായ വാക്കെല്ലാം തിരുനാമങ്ങൾ. ഇതിൽ ഏതെങ്കിലും ഒന്നിന് മഹത്വം കൽപ്പിക്കുമ്പോൾ മറ്റേതിലെല്ലാം പിന്നെ ആരാണിരിക്കുന്നതെന്ന് കബീർ ചോദിക്കുന്നു. ഏകതയുടെ ദർശനം എത്ര സാധാരണമായാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് എന്ന് നാം ആശ്ചര്യപ്പെടുന്നു. എവിടേക്കാണ് നാം ഓടുന്നത്? എന്തിനാണിങ്ങനെ ഓടുന്നത്? ഓടി ഓടി തളരുകയല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ലെന്നറിയുക. ഒന്ന് നിൽക്കൂ, ഹൃദയത്തിലേക്ക് നോക്കൂ. അവിടെയാണ് അവൻ നമ്മെയും ഉറ്റുനോക്കി നിൽക്കുന്നത്. അത് നിങ്ങൾ അറിയാതെ പോകുന്നല്ലോ. അതറിയാതെ, അതനുഭവിക്കാതെ മറ്റെന്ത് ചെയ്തിട്ടും എന്ത് കാര്യം? അലങ്കാരത്തേക്കാൾ പ്രധാനമാണ് ആന്തരികത. എല്ലാറ്റിനും സ്വതസിദ്ധമായ ഭംഗിയും മികവുമുണ്ട്. അത് കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും കഴിയുമ്പോഴാണ് സ്വാഭാവിക മേന്മ നിലനിർത്തപ്പെടുന്നത്. പുറമേ നിന്ന് പൂശുന്നതെല്ലാം നിറം മങ്ങാനും ഒലിച്ചു പോകാനും സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായി വരുന്ന ഒരു സാഹചര്യത്തെയും അത് അതിജീവിക്കണം എന്നില്ല. അകമേ നിന്ന് തെളിച്ചെടുക്കുന്നതെല്ലാം ആപത്ഘട്ടങ്ങളെ മറികടക്കും. മോടി പിടിപ്പിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് അടിത്തട്ടിന്റെ ബലം ഉറപ്പുവരുത്തുന്നത്. പുറമേ നടത്തുന്ന എല്ലാ പ്രക്രിയകളിലും ദൃശ്യമനോഹാരിതയുണ്ടാകും. അകത്തു നടത്തുന്ന പ്രവൃത്തികൾക്ക് ദൃഢതയും. ആന്തരിക കർമ്മങ്ങൾക്കാണ് രൂപാന്തരീകരണ ശേഷിയുള്ളത്. ഉള്ളിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ആണ് സ്വഭാവത്തെയും പെരുമാറ്റത്തെയും ശ്രേഷ്ഠമാക്കുന്നത്. പുറമേ മാത്രം നിലനിർത്തുന്ന ഭംഗിവാക്കുകളും ചേഷ്ടകളും ഉപയോഗിച്ച് അധികകാലം പിടിച്ചു നിൽക്കാനാവില്ല. തൂണിലും തുരുമ്പിലും വസിക്കുന്ന ദൈവസാന്നിധ്യം തന്നിലും അപരനിലും സാഹചര്യങ്ങളിലും കണ്ടുമുട്ടുമ്പോൾ നാം അറിയാതെ സംഭവിക്കുന്ന രൂപാന്തരീകരണവും സൗന്ദര്യവും നമ്മുടെ ഉള്ളിലും പരിസരങ്ങളിലും ഇന്നു മുതൽ പ്രസരിക്കട്ടെ. ദൈവനാമം ഹൃദയത്തിലും അതരത്തിലും വഹിക്കുന്നവരായി നമുക്ക് മാറാം. വിശുദ്ധ ബൈബിളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇന്നു ഞാൻ നിനക്ക് നൽകുന്ന ഈ കൽപ്പന നിന്റെ ശക്തിക്ക് അതീതമോ അപ്രാപ്യമാം വിധം വിദൂരസ്ഥമോ അല്ല. നാം അത് കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമായി നമുക്ക് വേണ്ടി ആര് സ്വർഗത്തിലേക്ക് കയറി ചെന്ന് കൊണ്ടുവന്നു തരും എന്ന് നീ പറയാൻ അത് സ്വർഗത്തിൽ അല്ല. ഇത് കേട്ട് പ്രവർത്തിക്കാൻ ആര് കടലിനക്കരെ പോയി അത് നമുക്ക് കൊണ്ടുവന്നു തരും എന്ന് പറയാൻ അത് കടലിനക്കരെയുമല്ല. വചനം നിനക്ക് സമീപസ്ഥമാണ്. അത് നിന്റെ അതരത്തിലും ഹൃദയത്തിലുമുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും. സിസ്റ്റർ ജോയ്സി തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.